അസ്സലാമു അലൈക്കും. വീടിൻ്റെ അകത്ത് സമാധാനമില്ലായ്മ. പല ആളുകൾക്കും പല പ്രശ്നങ്ങളാണ്. ഇപ്പം വീട്ടിൻ്റെ അകത്ത് വീട്ടിനകത്ത് ഇരുന്നാൽ തോന്നും പുറത്തേക്ക് എണീറ്റ് പോട്ടെ. അത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഇരുന്നിട്ടൊരു സമാധാനം കിട്ടാല്ല. പുറത്ത് പോകുമ്പോൾ വിചാരിക്കും ഇപ്പോൾ വീട്ടിൻ്റെ അകത്തേക്ക് വേഗം പോട്ടെ, അങ്ങനെ വേഗം വീട്ടിലെത്തിച്ചേരട്ടെ എന്ന്. പക്ഷെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒരു മനസ്സിനൊരു സമാധാനമില്ല. എന്താണെന്നറിയില്ല, ഭയങ്കര ടെൻഷൻ, പ്രയാസം. കയ്യിൽ കിട്ടുന്ന പൈസ തികയുന്നില്ല, കടങ്ങൾ കൂടി വരിക, ഇനി പണി ഇല്ലായ്ക, പണി ഉണ്ടെങ്കിൽ തന്നെ പോകാൻ പറ്റായ്ക, മനസ്സിന് അസ്വസ്ഥത, ടെൻഷൻ. എന്താ ചെയ്യേണ്ടതെന്ന് ആർക്കും അറിയുന്നില്ല. ഇങ്ങനെ മിക്ക വീടുകളിലെ പ്രശ്നമാണിപ്പോൾ ഈ ഒരു സംഭവം. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ചെറിയൊരു വീഡിയോ ചെയ്യുന്നത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് വളരെ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മൾ കിടന്ന് എണീറ്റ് പോരുമ്പോൾ നമ്മൾ വിരിച്ച വിരിപ്പ്, പുതച്ച പുതപ്പ് ഇതൊക്കെ മടക്കി വൃത്തിയാക്കി വെച്ച് അടിച്ച് വാരി തൂർത്ത് അടുക്കളയിൽ പോലും ഒരല്പം വേസ്റ്റ് പോലും വെക്കരുത്. ആകുന്നത് അപ്പം തന്നെ പുറത്തേക്ക് കളയുക. 2, അവനവൻ്റെ ശരീരം ശുദ്ധിയാക്കുക. ദിവസേന കുളിക്കാൻ പറ്റിയാൽ കുളിക്കുക. ഇനി അതിന് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ തല ഒഴിവാക്കിയിട്ട് ദേഹം കഴുകുക. 3-ാമത്തെ കാര്യം, നിസ്കാരം ഒരിക്കലും ഒഴിവാക്കരുത്. സമയത്തിന് ബാങ്ക് കൊടുത്താൽ പറ്റാവുന്നൊരു സമയത്തിന് തന്നെ കളാ ആവാതെ നിസ്കരിക്കുക. ഇനി വെറുതെ ഇരിക്കുന്ന സമയത്ത് ഫോണിൽ കളിക്കുക, അതും കാണുന്ന നേരം, അല്ലെങ്കിൽ പുറത്ത് പോയി സംസാരിച്ചിരിക്കുന്ന സമയം അതും അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ദിക്റുകൾ ഇങ്ങനെ ചെല്ലുക, സലാത്ത് ഇങ്ങനെ വർദ്ധിപ്പിക്കുക. ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ്. പക്ഷെ പലർക്കും അറിയാം, പക്ഷെ പലരും ഇതൊന്നും ചെയ്യൂല. എന്നിട്ട് നമ്മൾ സ്വയം വേദനിച്ച് ഇങ്ങനെ നടക്കുക. അതിനൊന്നും ആവശ്യമില്ല. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ തീരാവുന്ന പ്രശ്നം നമ്മളെ വീട്ടിലുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിലൊരു ദിക്ർ കൊടുക്കുക. നമ്മളെ കടുത്ത പ്രയാസങ്ങൾ, ബുദ്ധിമുട്ട് നീങ്ങണം, അതിൻ്റെ എണ്ണവും ഞാൻ താഴെ കൊടുക്കുക. മറ്റൊന്ന്, ലവ് അൻസൽന എന്നുള്ള ആയത്ത് ഒരു 21 പ്രാവശ്യം 7 വട്ടം ആയത്തുൽ കുർസി, പിന്നെ കുൽ വല്ലാഹു അഹദ്, കുൽ ഔദു ബിറബ്ബിൽ ഫലക്ക്, നാസ്, അത് ഓരോ വട്ടം വെച്ചിട്ട് അത് ഓതുക. അതൊരു ജഗ്ഗിലോ ഒരു പാത്രത്തിലോ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഊതിയിട്ട് ആ വെള്ളം ദിവസേന വീട്ടിലുള്ള എല്ലാവരും കുടിക്കുക. ഇത് സുബഹി നിസ്കാരത്തിന് ശേഷം നിങ്ങൾ ചെയ്താൽ മതി. മക്കൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പായിട്ട്, ഭർത്താവ് ജോലിക്ക് പോകുന്നതിന് മുമ്പായിട്ട്, അങ്ങനെ എല്ലാവരും ഒരു 3 മുറുക്ക് വെള്ളം കുടിക്കുക. അങ്ങനെ ദിവസങ്ങൾ അത് ചെയ്യാം. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ശരീരത്തിൽ എന്തെങ്കിലും ബാധ ഏറ്റിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഫുഡിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് നീക്കം കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മിക്ക രോഗങ്ങൾക്കും ആശ്വാസം തന്നെ കിട്ടും. വല്ലാണ്ട് ഡോക്ടറുടെ നമ്മൾ പോയി ഇംഗ്ലീഷ് മരുന്ന് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നിങ്ങൾ നിത്യേന ജീവിതത്തിൽ പ്രാർത്ഥിയാക്കുക. ഈ പറഞ്ഞ ആയത്തുകൾ ഓതുക. അതായത് ലവ് അൻസൽന, ആയത്തുൽ കുർസി, ചെറിയ ചെറിയ സൂറത്തുകൾ 3 വിധത്തിൽ അത് ചൊല്ലിയിട്ട് നിങ്ങൾ ഈ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. മറ്റൊന്ന്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലീം എന്ന ദിക്ർ നിങ്ങൾ എന്ത് ചെയ്യുക, എന്ത് പ്രയാസം വരുമ്പോഴും ഇത് നിങ്ങൾ നാവിൽ നിന്ന് ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. അപ്പോൾ ആ പ്രയാസത്തിന് നല്ലൊരു മാറ്റം വരും. ഇനിയോ, സുബഹി നിസ്കരിച്ച് കഴിഞ്ഞാൽ 129 പ്രാവശ്യം യാ ലത്തീഫു യാ അല്ലാ, എന്താണ്, ദുരിതങ്ങൾ തീർക്കാൻ ഈ ഒരു ഇസ്മല്ലാതെ മറ്റൊന്നുമില്ല. അത് ചൊല്ലി ദുആ ചെയ്തിട്ട് വേണം നിങ്ങൾ നിസ്കരിക്കുന്ന എണീറ്റ് പോരാൻ. അത് നിങ്ങൾ ചെയ്യാം. പിന്നെ വീടിൻ്റെ അകത്ത് എന്തെങ്കിലും ബാധകൾ കയറിപ്പോവുക, ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ടുണ്ടാവുക, വീട്ടിൻ്റെ അകത്ത് നമുക്കൊരു അസ്വസ്ഥത മാറിക്കിട്ടാൻ അൽ ബഖറ സൂറത്ത് നമ്മൾ നിത്യേന ഓതുക. നമുക്ക് എത്രയാണോ പറ്റുക അത്രയും ഓതി അവിടെ വെക്കുക. പിറ്റേന്ന് ഓതുക, അത് ഓതി വെക്കുക. പിറ്റേന്ന് ഓതുക, ഓതി വെക്കുക. അങ്ങനെ ഈ സൂറത്ത് അവസാനിച്ച് കഴിഞ്ഞാൽ വീണ്ടും അൽ ബഖറയിലോട്ട് തന്നെ വരിക. ആ അൽ ബഖറ സൂറത്ത് ജീവിതത്തെ നിങ്ങൾ എടുത്ത് മാറ്റരുത്. അത് മാറ്റാതെ നിന്നാൽ നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പം ഉണ്ടാവുന്ന അസ്വസ്ഥതകളെല്ലാം മാറിക്കിട്ടും. ഒരു പ്രയാസം നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പം നമ്മളെ വീട്ടിൽ സന്തോഷമായി, ഹയറായി, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടും, സന്തോഷം കിട്ടും, ബറക്കത്ത് ലഭിക്കും, എല്ലാ സമാധാനം കൈവരും. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണിത്. ഈ സൂറത്ത് നിങ്ങൾ കൈവിടരുത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് ഏതെങ്കിലും ശത്രുക്കൾ നമ്മൾ അറിയുന്നവരോ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്ത് വെച്ചതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മളെ ആരെങ്കിലും ദുഷിക്കുന്നുണ്ടെങ്കിൽ അത് അവരിലേക്ക് തന്നെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്
ഒരു ഇസ്മ പറയുക അള്ളാഹുവിൻ്റെ യാ മുൻതക്കീമു എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അതൊരു തിരിച്ച് ഒരു ചെയ്യുന്നത് ഓരിലേക്ക് തന്നെ പോയി കൊണ്ടിരിക്കും. മറ്റൊന്ന് വീടിൻ്റെ മുൻവശത്ത് ആയത്ത് കുറിച്ച് എഴുതി വീടിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെക്കുക. വീടിൻ്റെ അകത്തും നിങ്ങളത് പതിവാക്കുക. ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു വട്ടം ആയത്തിൽ കുറിച്ച് വരിക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ജീവിതം ഹയറായി സമാധാനമായി സന്തോഷത്തിൽ യാതൊരു ബുദ്ധിമുട്ടുകളും വരില്ല. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. നല്ല ഫലം കിട്ടും. ഒരു ബുദ്ധിമുട്ട് പ്രയാസം നിങ്ങൾക്ക് വരില്ല ഇൻഷാ അല്ലാഹ്.